ആ ഹോട്ടൽ സീനില്ലേ, അത് ആദ്യം ചോദിക്കാൻ വന്നതാണ്. എന്ന് വെച്ചാൽ ബിരിയാണി കഴിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. എന്താ അടുത്ത് സംഭവിക്കുന്നത് നമുക്കറിയില്ല, പക്ഷെ ഈ മനുഷ്യന്റെ മുഖത്ത് അടുത്തൊരു പ്ലാൻ ഉള്ളത് പോലെ നമ്മൾ മനസ്സിൽ റീവാച്ച് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു പ്ലാൻ ഉള്ളത് പോലെ ഉണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ വിചാരിച്ചതിൽ ഈ പെണ്ണിനെ വിറ്റതിന്റെ ഒരു റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഏതാണ് ആ സമയത്ത് ആലോചിച്ചതെന്ന് എനിക്ക് എല്ലാം കൂടെ ഉണ്ട്. മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. റിഗ്രറ്റ് ഇല്ല, റിഗ്രറ്റ് പരിപാടി ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമാണ് ഇപ്പൊ നമ്മളിപ്പോ കള്ളന്മാരാണെങ്കിലും ചന്തുവിന്റെ ആണെന്നുണ്ടെങ്കിലും സുഖുവിന്റെ ആണെന്നുണ്ടെങ്കിലും എനിക്കിത് സ്വന്തമാക്കണമെന്നുള്ളൊരു ഇത് കഴിഞ്ഞിട്ട് ഇവര് നമ്മൾ കുറെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, പല ഉത്സവങ്ങൾക്ക് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, കറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ ഒരു എന്താ പറയാ നല്ല നല്ല സമയം, ഹണിമൂൺ ഫേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാവില്ല എല്ലാവർക്കും ഒരുമിച്ച് കഴിയുമ്പോൾ. ആ ടൈം ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ പൈസ തീർന്നു കയ്യില്. ഇവര് കള്ളന്മാരാണല്ലോ പൈസ. ഈ പൈസ തീർന്നു കഴിയുമ്പോൾ വേറെ പണിക്കൊന്നും പോകാനുള്ള മോഷണം നിർത്തണമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം മറ്റേ ഈ പറയുന്നല്ലോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും താല്പര്യം പോയി കഴിയുമ്പോഴത്തേക്കും മറ്റേ ദേഷ്യം തുടങ്ങുമല്ലോ. അപ്പൊ അങ്ങനത്തതും വിശപ്പും ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അന്ന്. മെയിനായിട്ട് വിശപ്പാണ്. പിന്നെ പുള്ളിക്ക് മോഷ്ടിക്കണമെന്നുണ്ട്. അതെ, ജീവിക്കാൻ വേണ്ടി മോഷ്ടിക്കല്ല, മോഷ്ടിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു തൊഴിലാക്കാം, ഇതും കൊള്ളാം, സാധ്യതയുണ്ട് അതിനകത്ത്. അതെ, അതും അതാണല്ലോ മറ്റേ ആൾ പൊട്ടിക്കുന്നത്. അതെ, അങ്ങനെ കുറെ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ സിജു പറയുമ്പോഴും എനിക്ക് കൂടുതൽ അതിനകത്തൊരു സാധ്യതയുണ്ട്, ഒരു സമ്മിശ്രം വെക്കാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടൂലായിരുന്നിരിക്കാം, പക്ഷെ അത് നല്ല ബ്രില്യൻസ് ആയിരുന്നു. ആലോചിച്ചിരുന്നത് ഇനിയൊന്ന് കുളിക്കും. ബേസിക്കലി എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് ഷിനും സജീവൻ പറഞ്ഞ് നല്ല വിഷമുണ്ട്. കാരണം കുറെ ദിവസമായിട്ട് ഭക്ഷണവും കഴിക്കാതെ ഇങ്ങനെ അത്രയും ടയേർഡാണ്. നമ്മള് ഇവിടെ റൂമിലാക്കി കഴിഞ്ഞിട്ട്, വസന്തിനെ റൂമിലാക്കി കഴിഞ്ഞിട്ട് സുഖം ഇറങ്ങി നടക്കുന്ന സമയത്തൊക്കെ മുഖത്തൊക്കെ ആ ടയർഡ്നെസ്സും ക്ഷീണമാണ്. അത് നമ്മള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നമ്മൾ ആലുവ KSRTC സ്റ്റാൻഡിന്റെ അടുത്താണ് എടുത്തത്. ഗർല ഷൂട്ടായിരുന്നു. ഒന്നത് എന്നെ ഈ ഡ്രസ്സ്, എന്റെ ഷർട്ട്, എന്റെ ഡ്രസ്സൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു സജുവിന്റെയും മുകേഷിന്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ മുകേഷ് ഉണ്ട്, അവരുടെയൊക്കെ ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്തത്. കാരണം നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും പറ്റില്ല. പേച്ചുള്ളിൽ കൂടി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നുകൊണ്ട് ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ ആ കവറൊക്കെ പിടിച്ച്, ബിരിയാണിയുടെ കവറൊക്കെ പിടിച്ച് നടക്കുന്നത് ആലുവ KSRTC സ്റ്റാൻഡ് ഫ്രണ്ടിൽ കൂടിയാണ്. നമ്മളെ മനസ്സിലായില്ലെന്നല്ലേ, ശ്വാസിയുടെ ഭയങ്കര ഫാൻസ് ആണ്. കാരണം ഫാമിലി ഉദയനഗർ കോളനിയിലാണ് നമ്മളെ വീട്, എന്റെ വീട്. അവിടെ ചെന്നപ്പോ എന്താ അവിടുത്തെ അമ്മമാരെല്ലാവരും സീരിയല്. അവിടുത്തെ എനിക്ക് വേറെ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. എന്നോട് പറയാ, മോളെന്താ ഇങ്ങനെ ഇരിക്കണത്, എന്താ മുടിയൊക്കെ ഇങ്ങനെ ചപ്പറാച്ചിരിക്കുന്നത്, സീതായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പൊട്ട് വെക്കാത്തതൊക്കെ ചോദിച്ചിട്ട്. അല്ല, ഈ ഉത്സവത്തിന് പോയ സമയത്ത് ഭയങ്കര ഇവിടെ എല്ലാരും റെക്കഗ്നൈസ് ചെയ്തോണ്ടിരിക്കണം. എന്നെ ഒരു പട്ടിക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ അവരാലോചിക്കുന്നത് ഈ പെണ്ണിന് ഈ അലവലാളിയുടെ കൂടെ നടക്കുന്നേന്നല്ല, അങ്ങനെയൊന്നും. കാരണം ആ പാട്ടില് കണ്ടല്ലോ അങ്ങനെ നടക്കുന്നത്. കാരണം അത്രയും റോ ആയിട്ട് നമുക്ക് അത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി. ഇതില് ശബരീഷിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അത് രസമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറെ അമ്മമാരുണ്ട്. ഇപ്പം സ്വാസിയെ കാണാൻ കുറെ അമ്മമാര് വന്നിരുന്നു. അപ്പോൾ ഒരു അമ്മ അവിടെ വന്നിങ്ങനെ നോക്കുന്നുണ്ട്. അവര് കുറച്ച് ലൗഡാണ് ആ ക്യാരക്ടർ. അപ്പൊ അവര് ഇങ്ങനെ നോക്കി, ഷൂട്ടിങ്ങിനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് നോക്കി ഞാൻ ഷൂട്ടിനൊന്ന് ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചു, അവനൊന്ന് വരാമോ. എന്നിട്ട് ഇവര് കരയാൻ തുടങ്ങി. ഇങ്ങനെ മകൻ അതേ ഛായയാണ് എൻ്റെ മകൻ മരിച്ചുപോയി. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി പായസം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതെ, അപ്പൊ അവിടെയുള്ള എല്ലാവരും മറ്റേ ഫ്രീ ആയിട്ട് അമ്മയെ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു. ആ വീട്ടിൽ പോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫോട്ടോ കാണിച്ചു. അടിപൊളി. ഇതിനകത്ത് ഒന്ന് രണ്ട് സീൻസിൽ ഒരു വൈഡ് ഷോട്ടില് ഈ ജഡ്ജിയെ കൊന്നത് നിങ്ങളാണോ എന്ന് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ കണ്ണിന്റെ ഒരു ചലനമുണ്ട്. അവിടെ ഒരു കഥ പറച്ചിലുകാരി ചില കാര്യങ്ങളെ സമർത്ഥമായി മറയ്ക്കുന്നതുണ്ട്. എന്നാൽ അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ടോ, ഇനി ഇവളാണോ കൊന്നതെന്നുള്ള രീതിയിൽ രണ്ട് ഭാവങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ഒരു സ്പേസിലാണ്. കഥ മൊത്തം റിവീലായി കഴിയാത്തൊരു സ്പേസിലാണ്. അപ്പോൾ വൈഡാണ്, പക്ഷെ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ സ്പേസിൽ
എനിക്ക് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടൊരു സാധനം കൂടെ ഉണ്ട്. അതായത് മരുമകൻ മരിക്കുമ്പോൾ മറ്റേ ആളുടെ അടുത്ത് എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. പൊക്കോളാൻ പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് ഷോട്ട് വെച്ചേക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പറഞ്ഞതിൻ്റെ ഒരു ഫീലാണോ എന്ന് അറിഞ്ഞൂടാ, ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് പോലെ, എന്നാൽ അവിടെ നിന്ന് ഞാൻ റിലാക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞാനിത് ലീഡ് ചെയ്യാണ് എന്നുള്ളൊരു ഫീൽ വരുന്ന 2 തരത്തിലുള്ള ഭാവങ്ങളുള്ളൊരു സാധനമുണ്ട്. ഇതൊക്കെ എത്രത്തോളം ഈ റഹ്മാൻ ബ്രദേഴ്സ് പറഞ്ഞു തന്നിട്ട് ആണ് ആ സീനിലൊക്കെ ചെയ്തിട്ട്? ഈ നമ്മുടെ സ്റ്റേജിലുള്ള ആ മൊത്തം സീക്വൻസസ് എന്താ വെച്ച് കഴിഞ്ഞാൽ റിഹേഴ്സൽ ഒക്കെ തന്നു. ആ ഒരു കാര്യത്തിലായിരുന്നു ഷിനോസിക്കും സജാസിക്കും ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് ആ സമയത്തെ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്, ഡിസ്കസ് ചെയ്ത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. അപ്പൊ അവർ പറഞ്ഞത് ഇത് ശരിക്കും ഒരു നാടകം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യണം. എന്തെങ്കിലും വന്നാൽ നമ്മൾ അതൊന്നും അധികം കട്ട് ചെയ്യാതെയൊക്കെ ഒറ്റ ഒരു ഇതിൽ തന്നെയാണ് ഫുൾ പോർഷൻ ഒക്കെ ആദ്യം പോയത്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ആവശ്യമുള്ള പോർഷൻസിന്റെ ക്ലോസ് ഒക്കെ എടുത്തത്. അപ്പൊ ശരിക്കും നമ്മൾ തിയേറ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ചെയ്തൊരു സംഭവമാണ്. സോ സ്വാഭാവികമായിട്ടും ഒരു 2-3 ദിവസം ആ കഥയെ കുറിച്ചിട്ടും ആ ക്യാരക്ടറിനെ കുറിച്ചിട്ടും ഒക്കെ ഇങ്ങനെ രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ 2 സ്ഥലത്തും അവരിങ്ങനെ ഇരുന്ന് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വാസന്തി അങ്ങനെയായിരിക്കും, വാസന്തി ഇങ്ങനെയാണ്, വാസന്തി ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ തെറ്റാണോ എന്ന് എന്നോട്, അതായത് വാസന്തിയുടെ ഓരോ കാര്യങ്ങൾ എന്നോട് തന്നെ ചോദിക്കും. വാസന്തി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? സോ അതൊരു എന്താ പറയുക, നല്ലൊരു ക്രിയേറ്റീവ് സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പൊ വാസന്തി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റോ ശരിയോ എന്ന് ആദ്യം എന്നോട് ചോദിച്ച് എനിക്ക് എന്താണ് അതിൽ തോന്നുന്നതെന്ന് മനസ്സിലാക്കി, അങ്ങനെയൊക്കെയാണ് ആ ഒരു യാത്ര പോയത്. അപ്പൊ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പല സാധനങ്ങളും എനിക്ക് തോന്നുന്നത് വേണം വെച്ചിട്ട് നമ്മൾ ആ സമയത്ത് എക്സ്പ്രഷൻ ഇടാൻ വേണ്ടിട്ട് ചെയ്തതായിരിക്കില്ല. ഇത് ഉള്ളിൽ ഇങ്ങനെ ആ കഥയും ആ ക്യാരക്ടറും അവരിങ്ങനെ ആയിരിക്കില്ലേ ചെയ്യുക എന്നൊക്കെ ഉള്ള എപ്പോഴോ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ വന്നതാവാനാണ് സാധ്യത. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ഡേ 1 തന്നെയാണ് ആ സ്റ്റേജിന്റെ മെയിൻ പോർഷൻസ് എടുത്തത്. അപ്പോൾ നമ്മളൊരു 5 മണിക്ക് ഷൂട്ട് തുടങ്ങി, അതൊരു 9:30-10 മണി വരെ. അന്ന് ഇവരാരും ഇല്ല. ഞാനുണ്ട്. അത് രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ഡേ ആ സ്റ്റേജിന്റെ മെയിൻ പോർഷൻസ് ഒക്കെ എടുക്കുമ്പോൾ അപ്പൊ എന്നോട് ഇങ്ങനെ അവിടെ നിന്നിട്ട് നമ്മൾ നോർമൽ ഡയറക്ടർ പറയുന്ന പോലെ ഇടയിൽ കട്ട് ആക്ഷൻ അങ്ങനെയൊന്നുമില്ല. ആ ചെയ്തോളൂ, ആ ക്രൗഡിന്റെ ഇടയ്ക്കിടെ നടന്നിട്ട് ചെയ്തോളൂ. അപ്പൊ ഞാൻ എന്റെ സമയം എടുത്താണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. എനിക്ക് എപ്പോ ഇരിക്കാൻ തോന്നുന്നു, എനിക്ക് എപ്പോ നിൽക്കാൻ തോന്നുന്നു, ബ്രീത്ത് എല്ലാം എന്റെ ഇതിലാണ്. അപ്പൊ അത്രയും ഒരു ഫ്രീഡം ആയിട്ടാണ് ആ ഒരു വാസന്തി അവരിങ്ങനെ അഴിച്ചുവിട്ടിരുന്നത്. സോ അതൊരു വേറെ തരത്തിലുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് നമ്മൾ അറിയാതെ വന്നത്.